ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ തന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് അളവിൽ തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം പുളി ഇല്ലാത്ത തൈര് വേണം നമ്മളിത് എടുക്കാനായിട്ട്, ഒരുപാട് പുളി വേണ്ട. ഇനി ഈ തൈരിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർക്കുകയാണ്. ഗരം മസാലയുടെ കൂടെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയാണ്. അപ്പോൾ ഈ ചാറ്റ് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് ഡ്രൈ മാംഗോ പൗഡർ ചേർത്താലും മതിയാവും. പച്ചമാങ്ങ ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ ചെറിയൊരു പുളി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്താലും മതിയാവും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് വറ്റൽമുളകാണ്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ടാണ് ഈ വറ്റൽമുളക് ചേർക്കുന്നത്. എരിവെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ വറ്റൽമുളക് പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടിയാണ്. കുറച്ചധികം മധുരമുണ്ടെങ്കിൽ മാത്രമാണ് ഇതൊരു പ്രത്യേക ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വരെ പഞ്ചസാര നമുക്ക് ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഒരു അല്പം ഉപ്പും കൂടിയാണ്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തൈരിൻ്റെ കട്ടയൊക്കെ ഒന്ന് പോയിട്ട് കിട്ടണം, അങ്ങനെ അതുവരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പിന്നെ വേണ്ടത് ഈ 1.5 കപ്പ് അളവിൽ നമ്മൾ തൈര് ഒഴിച്ചില്ലേ, അതുപോലെ തന്നെ ഏകദേശം 1.5 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർക്കണം. വെള്ളം കൂടി ചേർത്തിട്ട് വേണം വീണ്ടും നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം. 125 ഗ്രാം അളവിലാണ് കടലമാവ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചെറുതായിട്ട് സവാള അരിഞ്ഞതാണ്. ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്, അപ്പോൾ അതും ചേർക്കാം. കൂടെ തന്നെ ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരല്പം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരു ചെറിയൊരു പീസ് ഇഞ്ചി അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി. കൂടെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പ് കൂടി ചേർക്കുകയാണ്. പിന്നെ നമുക്കിനി വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ഈ ബജ്ജി മാവൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ തന്നെ നല്ലതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് കട്ടിയായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം ഇത് ഇരിക്കാനായിട്ട്. ഇനി നമുക്കിത് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉണ്ണിയപ്പം ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലാകുമ്പോഴത്തേക്ക് നല്ല ബോളിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉണ്ണിയപ്പം ചട്ടിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ഫ്രൈയിങ് പാനിൽ ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. ഓരോ കുഴിയിലേക്ക് ഇനി നമുക്ക് മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെയും ഫ്രൈ ചെയ്തെടുക്കണം. ഫസ്റ്റ് നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്കും ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ടാവണം. അതിനുശേഷം പിന്നെ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വേണം വെക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അകമൊന്നും നന്നായിട്ട് വേകാതെ പുറം ഭാഗം മാത്രം കളർ മാറിയിട്ട് വരും. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും. നമ്മൾ ഈ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത ഓയിലെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. വളരെ കുറച്ച് മാത്രമേ ഓയിൽ എടുക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് ഓയിലൊന്നും ഇത് വലിച്ചെടുക്കില്ല. അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് എടുക്കാം. നമ്മുടെ ഈ സ്നാക്സ് എല്ലാം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നില്ലേ തൈര് മസാല. ഈ തൈര് മസാലയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അങ്ങനെ ചെയ്യണം. എന്തെന്ന് വെച്ചാൽ ഈ തൈരെല്ലാം നമ്മുടെ ഈ സ്നാക്സിലേക്ക് ഒന്ന് വലിച്ചെടുത്തിട്ട് നല്ലതുപോലെ സോഫ്റ്റായിട്ടുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തിലേക്ക് ഇടുന്നത്. ഇത് ഏകദേശം ഒരു 10
മിനിറ്റ് വരെ നമ്മളിങ്ങനെ വെച്ചിരിക്കണം. അപ്പോൾ മാത്രമാണ് ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുന്നത്. എല്ലാ സ്നാക്സും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് സവാളയാണ്. ഞാനിപ്പോൾ കുറച്ച് സവാള ഇതിലേക്ക് നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ നമുക്ക് സവാളയൊക്കെ ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും. സവാള കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, കുറച്ച് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് തക്കാളിയും കൂടി ചേർക്കുകയാണ്. പിന്നെ ഫൈനലി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കടുകും കറിവേപ്പിലയും താളിച്ച് കൂടി ചേർക്കുകയാണ്. ഈ താളിച്ച് ചേർക്കുന്നത് നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിൽ ചേർത്താലും മതിയാവും. ഞാനിപ്പോൾ ഇപ്പോഴേ ചേർക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തൈര് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. വളരെ വളരെ ടേസ്റ്റിയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണിത്. ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.